നമസ്കാരം. ഈ കലിയുഗത്തിലും ദിനവും 5 നിറം മാറുന്നതും അമൃതിൽ നിന്ന് ഉദ്ഭവിച്ചതായി സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു അദ്ഭുത സ്വയംഭൂ ശിവലിംഗമുള്ള ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ത്രിപുരസുന്ദരി അമ്പാൾ ഉടനുരെ പഞ്ചവർണേശ്വര തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവള്ളൂർ ജില്ലയിൽ ചെങ്കുണ്ട്രം പോകുന്ന വഴിയിൽ ഈക്കാട് എന്ന പ്രദേശത്തെ പഴയ തപാൽ നിലയത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ പഞ്ചവർണേശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി ത്രിപുരസുന്ദരി അമ്പാൾ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ 5 നിറത്തിൽ ദർശനം തരുന്ന അത്യപൂർവ ശിവലിംഗമാണ്. തിരുച്ചിക്കടുത്തുള്ള ഉറയൂർ പഞ്ചവർണേശ്വരർ കോവിലിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പൊതുവെ കാടുകളാൽ ചൂഴപ്പെട്ടു കിടക്കുന്ന തിരുസ്ഥലങ്ങളെ ആരണ്യക്ഷേത്രങ്ങൾ എന്ന് പറയും. ചെന്നൈ, തിരുവള്ളൂർ എന്നീ സ്ഥലങ്ങളെ ചുറ്റിയുള്ള പഞ്ചാരണ്യ ക്ഷേത്രങ്ങളാണ് ആൽമരക്കാടുകൾ നിറഞ്ഞ തിരുവാലങ്കാട്, മുളങ്കാടുകൾ നിറഞ്ഞ തിരുപ്പാച്ചൂർ, ഇലന്തമരക്കാടുകൾ നിറഞ്ഞ തിരുവെൺപാക്കം, ദർഭക്കാടുകൾ നിറഞ്ഞ തിരുവിർക്കോലം, ഈച്ചാങ്കാടുകൾ നിറഞ്ഞ ഈക്കാട്. ഇതിൽ ഈക്കാട് ഒഴിച്ച് ബാക്കി 4 തിരുസ്ഥലങ്ങളും തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈക്കാട് പഞ്ചവർണേശ്വരർ കോവിൽ എന്തുകൊണ്ട് ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ഇനി നായന്മാർ ഇവിടം സന്ദർശിച്ച് പതികം പാടിയിട്ടുണ്ടോ, ആ താളിയോലകൾ ലഭിക്കാതെ പോയതാണോ എന്നും അറിയില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇതാണ്. ദേവാസുരന്മാർ ചേർന്ന് പാൽക്കടൽ കടഞ്ഞ് അമൃത് എടുത്തു. അമൃതിന്റെ ഒരു ഭാഗം കുബേരനും ലഭിച്ചു. കുബേരന്റെ കയ്യിൽ നിന്നും ഒരു തുള്ളി അമൃത് ഭൂമിയിൽ വീണു. ആ സ്ഥലത്ത് നിന്ന് അമൃതിൽ നനഞ്ഞ ഒരു ശിവലിംഗം ഉദ്ഭവിച്ചു. എല്ലാ ദേവന്മാരും ഭക്തി പുരസരം ശിവലിംഗത്തെ വണങ്ങി. പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം പഞ്ചവർണേശ്വരരായി ഭഗവാൻ ഇവിടെ കുടികൊണ്ടു എന്നാണ് കഥ. ശിവലിംഗങ്ങൾ 7 വിധത്തിലുണ്ടെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഉളി തൊടാതെ തനിയെ ഉദ്ഭവിച്ച ശിവലിംഗം സ്വയംഭുവം, ശക്തിദേവിയാൽ പൂജിക്കപ്പെട്ടത് ദേവികം, ദേവന്മാർ വഴിപെട്ടത് ദൈവികം, മനുഷ്യന്മാരാൽ പൂജിക്കപ്പെട്ടത് മാനുഷം, രാക്ഷസന്മാർ തൊഴുതു പ്രാർത്ഥിച്ചത് രാക്ഷസം, മുനിമാരും സിദ്ധന്മാരും വണങ്ങിയ ശിവലിംഗം ആർഷം, ബാണാസുരൻ അടക്കമുള്ള അസുരന്മാർ പൂജിച്ച ലിംഗം ബാണം. ഈച്ചങ്കാട് പഞ്ചവർണേശ്വരർ തനിയെ ഉദ്ഭവിച്ചതായതിനാൽ സ്വയംഭൂലിംഗം, ഉദ്ഭവിച്ച മാത്രയിൽ ദേവന്മാർ പൂജിച്ചതിനാൽ ദൈവിക ലിംഗം, ഇന്നും മനുഷ്യരാൽ പൂജിക്കപ്പെടുന്നതിനാൽ മാനുഷലിംഗം എന്നീ 3 പ്രത്യേകതകൾ ഉള്ളത്. ഭോഗർ സിദ്ധർ ഈക്കാട് പഞ്ചവർണേശ്വരരെ തപം ചെയ്തതായും അദ്ദേഹം നവപാഷാണ ദ്രാവകം ശിവലിംഗത്തിൽ ലയിപ്പിച്ചതായും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഇവിടെയുള്ള മൂലവർ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന പാൽ, ശുദ്ധജലം എന്നിവ സേവിച്ചാൽ അസുഖങ്ങൾ മാറുമെന്ന് പ്രശസ്തിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മവും രോഗശമനത്തിന് ഫലസിദ്ധിയുള്ളതായും പറയപ്പെടുന്നു. സുമാർ 1000 ആണ്ടുകൾ പഴക്കമുള്ള കോവിലാണ് തികച്ചും ഗ്രാമപ്രദേശത്തുള്ള ഈക്കാട് പഞ്ചവർണേശ്വരർ കോവിൽ. ചോഴരുടെ ഭരണകാലത്ത് ഈക്കാട് 24 കോട്ടങ്ങളായി പിരിച്ചിരുന്നു. അതിൽ ഈക്കാട് കോട്ടത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശം. ഈ കോട്ടം 1010 ചതുരശ്ര കിലോമീറ്റർ പരപ്പളവുണ്ടായിരുന്നതായാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈശന്റെയും അംബികയുടെയും കരിങ്കല്ലിൽ നിർമ്മിച്ച ഗർഭഗൃഹങ്ങൾ ഒഴിച്ച് ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം പരിപാലനമില്ലാത്ത കാരണത്താൽ ശിഥിലമടഞ്ഞിരുന്നു. നീണ്ടകാലം പൂജയും വഴിപാടുമില്ലാതെ കിടന്ന ഈ ക്ഷേത്രത്തിൽ 2002 വീണ്ടും പൂജ ആരംഭിക്കുന്നത്. പിന്നീട് ഭക്തർ മുൻകൈയെടുത്ത് ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്ത് 2025 ജൂലൈ മാസത്തിൽ ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടത്തി. ചെറിയൊരു 3 നില ഗോപുരത്തോടെ തികച്ചും ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചവർണേശ്വരർ കോവിലിലേക്ക് പ്രവേശിച്ചാൽ കുടുംബീശ്വരർ ശിവലിംഗവും കുടുംബീശ്വരി അമ്മൻ പ്രതിഷ്ഠയും കാണാം. ക്ഷേത്രത്തിൽ ഒരിടത്ത് ഭോഗർ സിദ്ധർ പീഠം, പ്രധാന മണ്ഡപത്തിൽ ബലിപീഠം, നന്ദി ഭഗവാൻ, മൂലസ്ഥാനത്തിൽ ശ്രീപരമേശ്വരൻ പഞ്ചവർണേശ്വരർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി 2 ആമയോടുകൾ ചേർത്ത് വെച്ചതുപോലെയുള്ള വ്യത്യാസമായ സ്വയംഭൂ ശിവലിംഗമാണ്. ശിവലിംഗത്തിൽ മേലെ നിന്ന് കീഴെ വരെ കറുപ്പും വെള്ളയും വരകൾ കാണാം. 2 ആനക്കൊമ്പുകൾ ചേർത്ത് പിടിച്ചുവെച്ച് അതിൽ മൂലികകൾ നിറച്ചതുപോലെയുള്ള ശിവലിംഗമാണിത്. ശിവലിംഗത്തിന്റെ പീഠം ചതുരത്തിലാണ്. പൊതുവെ ചതുര ആവുടെ മുനികളാലും സിദ്ധന്മാരാലും നിർമ്മിക്കപ്പെട്ടതാണെന്നും വളരെ പഴക്കവും പുണ്യവുമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ശിവലിംഗം അതിരാവിലെ മുതൽ രാത്രിക്കുള്ളിൽ ചാരനിറം, മഞ്ഞൾ, വെള്ളനിറം, കറുപ്പ്, ചുവപ്പ് എന്നിങ്ങനെ നിറം മാറുന്ന അതിശയ ശിവലിംഗമാണ്. കൃത്യം എത്ര മണിക്ക് നിറം മാറും, ആ നിറം എത്ര നേരം നീണ്ടു നിൽക്കും എന്നതിന് കൃത്യതയില്ല. ചില സമയങ്ങളിൽ ഒരേ നിറം ചില ദിവസങ്ങളും മാസങ്ങളും വരെ നീണ്ടുനിന്നതായും പറയപ്പെടുന്നു. അമാവാസിക്ക് കറുത്ത നിറവും പൗർണമിക്ക് വെള്ളനിറത്തിലും മാറിയതായി ഭക്തജന സംസാരമുണ്ട്. ശിവരാത്രി ദിവസം പൂർണ്ണ ഭക്തിയോടെ ഈ ശിവലിംഗത്തെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ 5 നിറത്തിൽ പഞ്ചവർണേശ്വരരായി ദർശനം കൊടുത്തതായി പറയപ്പെടുന്നു.
ഭക്തിയും പ്രാപ്തിയുമുള്ളവർക്ക് ഇത് നേരിൽ ദർശിക്കാനാവുമെന്നും വിശ്വാസമുണ്ട്. ഇത് ദർശിക്കുന്നത് പാപവിമോചനം, പുണ്യം, ആഗ്രഹസാഫല്യം. ക്ഷേത്രത്തിന്റെ കുബേരമൂലയിൽ ദീപജ്യോതിയിൽ സ്ഫടികലിംഗം പോലെ ജ്വലിക്കുന്ന കാശി വിശ്വനാഥർ പ്രതിഷ്ഠയും ഭക്തർക്ക് ദർശിക്കാം. അമ്പാൾ ത്രിപുരസുന്ദരി അമ്മൻ തെക്ക് ദർശനമായി വലതുമേൽക്കരങ്ങളിൽ പാശാങ്കുശത്തോടെ, കീഴ്ക്കരങ്ങൾ അഭയവരദ മുദ്രയോടെ, പുഞ്ചിരി തൂകുന്ന അധരങ്ങളോടെ നിലകൊള്ളുന്നു. ഒരു ദിവസം മുഴുവനും നിന്ന് ദർശിച്ചാൽ പോലും മടുക്കാത്ത സൗന്ദര്യത്തോടെയാണ് ശില്പി ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അമ്പാളും സ്വയംഭൂവാണ് എന്നും ഭക്തജന ഭാഷ്യമുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ഏകാംബരേശ്വരർ, കാളഹസ്തീശ്വരർ, രാമഗിരീശ്വരർ, നർത്തന വിനായകർ, ഭൈരവർ, കന്നിമൂല ഗണപതി, ഭോഗർ സിദ്ധർ, മഹാവിഷ്ണു, ലിംഗോദ്ഭവർ, കുബേരലിംഗേശ്വരർ, 3 ഗണപതി, നവഗ്രഹങ്ങൾ, പ്രദോഷനന്ദി, വള്ളിദേവയാനി സമേത മുരുകൻ, നാൽവർ, സൂര്യൻ, നാഗത്തമ്മൻ, കരുമാരിയമ്മൻ കൂടാതെ സർപ്പങ്ങൾ വിരാജിക്കുന്ന മൺപുറ്റും കാണാം. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, വിനായക ചതുർത്ഥി, കന്തഷഷ്ഠി, ശിവരാത്രി, തൃക്കാർത്തിക, പങ്കുനി ഉത്രം എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷ ദിവസമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രം തികച്ചും ഗ്രാമപ്രദേശത്തായതിനാലും തീരെ തിരക്കില്ലാത്തതിനാലും ഭക്തർ ക്ഷേത്രത്തിൽ അന്വേഷിച്ച ശേഷം എത്തുന്നത് ഉത്തമം. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവള്ളൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവള്ളൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.